ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ഷവർമ്മയാണ്. നമ്മളെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായിട്ടുള്ള ബ്രെഡ് ഷവർമ്മ ഉണ്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അമർത്തിയോളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താ ബ്രെഡ് ഷവർമ്മ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ എന്താ ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു ഇഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡലി ചെമ്പിലാണ് കേട്ടോ ബ്രെഡ് ഷവർമ്മക്കുള്ള ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നത്. നമുക്ക് ആദ്യം ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ 8 അല്ലി വെളുത്തുള്ളി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ 2 മുട്ട അതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിക്കണേക്കാളും നല്ലത് പൊട്ടിക്കാതെ അങ്ങനെ ഒന്ന് വേവിച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കണതാണ് കേട്ടോ. ഇതുപോലെ പൊട്ടിച്ച് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മുട്ടല്ലേ അതാകെ നമ്മളെ ഇഡലി തട്ടിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ആകെ ഒലിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, മുട്ട ഇങ്ങനെ ഒലിച്ച് പോകണ്ടേ. അപ്പോൾ നമുക്ക് പിന്നെ കഴുകിയെടുക്കാൻ എല്ലാത്തിനും ബുദ്ധിമുട്ടാവും കേട്ടോ അതിന് മുട്ട ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുട്ട അങ്ങനെ പൊട്ടിച്ച് വയ്ക്കണേക്കാളും നല്ലത് മുട്ട പൊട്ടിക്കാതെ അങ്ങനെ വെച്ചിട്ട് അത് ആവി കയറ്റിയെടുത്താൽ മതിട്ട്. അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് മുട്ട വെന്ത് കിട്ടും ചെയ്യും. അപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇത് അടുത്ത തട്ടിൽ ഇതുപോലെ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നമ്മളെ ഇഡലി ചെമ്പക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് ആവി കയറ്റിയിട്ട് എടുക്കണം. ഒരു 10-15 മിനിറ്റോളം ആവി കയറ്റിയെടുക്കുക കേട്ടോ. നമ്മളെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന വരെ നന്നായിട്ട് ആവി കയറ്റിയെടുക്കണേ. അപ്പോൾ ഇതപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് നമ്മളെ ഇഡലി ചെമ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കന് വേവില്ല എന്നൊരു പേടി എനിക്കുണ്ടായിന് കേട്ടോ. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഇഡലി ചെമ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ ഇഡലി ചെമ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ ആവിക്ക് വേവിച്ചെടുത്തിട്ടുള്ള വറ്റൽമുളകും വെളുത്തുള്ളിയും പിന്നെ മുട്ടയും കൂടി നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മുട്ട കണ്ടില്ലേ, മുട്ട ഇതാ ആകെ ഒലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുട്ട അങ്ങനെ പൊട്ടിച്ച് ഒഴിക്കണേക്കാളും നല്ലത് പൊട്ടിക്കാതെ അങ്ങനെ ആവി കയറ്റി എടുക്കുക കേട്ടോ നല്ലത്. മറ്റേത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലൂടെ മാത്രമല്ല അടിയിൽ കൂടെ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മുട്ട ഒലിച്ചിട്ട്. അപ്പോൾ ഞാനിത് അത് മുഴുവനായിട്ട് മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ തൈരും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമ്മളെ പുളിക്കനുസരിച്ചിട്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. മുട്ടയിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ, പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതാ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാനെന്താ നമ്മൾ മയോണൈസ് മുഴുവനായിട്ടും ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനെന്താ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ മയോണൈസിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കട്ടോ. നമ്മളെ മയോണൈസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കണേ. അപ്പോൾ ഞാനിത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് തടവി കൊടുക്കണത്. നിങ്ങളെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളെ പാനിലേക്ക് ഇതുപോലെ ഒരു പീസ് ബ്രെഡ് വെക്കുക കേട്ടോ. ബ്രെഡ് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണേ. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആകണ രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വേറെ ബ്രെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ 2 ബ്രെഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചിട്ട് 2 ഭാഗം ഒന്ന് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. ഒരു ബ്രൗൺ നിറാണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അതുപോലെ കളറൊന്ന് മാറി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ,
പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിന് കേട്ടോ. ഇത് കണ്ടുപിടിച്ചത് ആരായാലും നല്ല അടിപൊളി സംഭവമാണ് കേട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മൾ സാധാരണ ഷവർമ്മേനേക്കാളും ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയെടുത്തപ്പം. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ വൈറലായിട്ടുള്ള ബ്രെഡ് ഷവർമ്മ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയേ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് നല്ല ക്യൂട്ട് സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.